ഹായ് എല്ലാവർക്കും. കോളേജ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ അടിച്ചുപൊളിയല്ലേ, പുതിയ കൂട്ടുകാരൊക്കെയായി. പക്ഷേ ഒരു മിനിറ്റ്, ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ കരിയറിന്റെ ഫൗണ്ടേഷൻ ഇടാനുള്ള ഏറ്റവും നല്ല സമയം കൂടിയാണിത്, അറിയാമോ? അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങിയാലോ? എന്തിനാ നമ്മൾ കോളേജിൽ പോണേ? നല്ല മാർക്കോടെ പാസ്സായ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി മാത്രമാണോ? നമ്മളിൽ പലരും ഒരുപക്ഷെ അങ്ങനെയാവും ചിന്തിക്കുന്നത്. പക്ഷേ സത്യം അതല്ല. ഈയൊരു വാചകം എപ്പോഴും ഓർത്തുവെച്ചോ. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അത് ശരിക്കും ഒരു സിനിമ ടിക്കറ്റ് പോലെയാ. നിങ്ങളെ തിയേറ്ററിനകത്ത് കയറ്റും, അത്രയുള്ളൂ. പക്ഷേ ആ ഇന്റർവ്യൂ ബോർഡിന് മുന്നിലിരിക്കുമ്പോൾ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ മാർക്കായിരിക്കില്ല, പകരം നിങ്ങളുടെ കയ്യിലുള്ള കഴിവുകളായിരിക്കും. അപ്പോ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമില്ലേ? തീർച്ചയായുമുണ്ട്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. കോളേജ് ക്യാമ്പസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് നേടാൻ പറ്റുന്ന ഒരു 5 സൂപ്പർ പവറുകളെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സൂപ്പർ പവർ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള കഴിവ്. നിങ്ങൾ ഏത് ജോലിക്ക് പോയാലും ഇത് മസ്റ്റാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മൾ കൂട്ടുകാരോട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നത് പോലെയാണോ ഒരു ഓഫീസിൽ നമ്മുടെ ബോസിന്റെ മുന്നിൽ ഒരു ഐഡിയ പ്രസന്റ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല അല്ലേ? രണ്ടും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ഐഡിയാസ് വളരെ വ്യക്തമായി പ്രൊഫഷണലായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോ ഇതെങ്ങനെ പഠിക്കും? സിമ്പിളാണ്. ആദ്യം തന്നെ ഒരു പ്രൊഫഷണൽ ഇമെയിൽ എങ്ങനെ എഴുതാമെന്ന് പഠിക്കണം. ഒരു ലീവ് ലെറ്റർ അയക്കുന്നതായാലും ശരി, ഒരു ജോലിക്കുള്ള ആപ്ലിക്കേഷൻ ആയാലും ശരി. പിന്നെ ഏറ്റവും പ്രധാനം, 4 പേരുടെ മുന്നിൽ നിന്ന് പേടിക്കാതെ സംസാരിക്കാനുള്ള കഴിവ്. കോളേജിൽ കിട്ടുന്ന സെമിനാറുകളും പ്രസന്റേഷനുകളുമൊക്കെ സ്റ്റേജ് ഫിയർ മാറ്റാനുള്ള ഒരു സുവർണ അവസരമാണ്. അത് വെറുതെ കളയരുത്. പറ്റുമെങ്കിൽ ഏതെങ്കിലും കോളേജ് ക്ലബ്ബിൽ ചേരുകയോ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ സൂപ്പർ പവറിലേക്ക് വരാം. നെറ്റ്വർക്കിംഗ്. സിമ്പിളായി പറഞ്ഞാൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ്. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ അറിവ് പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ കണക്ഷൻസ്. ഈ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്നതിനേക്കാൾ ചിലപ്പോൾ പവർഫുൾ നിങ്ങൾക്ക് ആരെയൊക്കെ അറിയാമെന്നതായിരിക്കും. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ കരിയറിൽ ഒരു ശരിയായ സമയത്ത് ഒരു ചെറിയ സഹായം കിട്ടാൻ നല്ല ബന്ധങ്ങൾ വേണം. ആ ബന്ധങ്ങൾ ഉണ്ടാക്കി തുടങ്ങാനുള്ള ഏറ്റവും നല്ല സ്ഥലവും സമയവും കോളേജ് തന്നെയാണ്. അപ്പോ ഇതെങ്ങനെ ചെയ്യും? വളരെ എളുപ്പമല്ലേ? നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ടും സീനിയേഴ്സുമായിട്ടും നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക. നാളെ നിങ്ങൾക്കൊരു റെഫറൻസ് തരുന്നത് ചിലപ്പോൾ അവരായിരിക്കും. പിന്നെ അലുമിനി മീറ്റപ്പുകളിലൊക്കെ ഒന്ന് പോയി നോക്കുക. അതുപോലെ ഇപ്പൊ തന്നെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ തുടങ്ങിയില്ലെങ്കിൽ ഉടനെ തുടങ്ങുക. എന്നിട്ട് അത് ആക്റ്റീവായിട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുക. മൂന്നാമത്തെ സൂപ്പർ പവർ ബേസിക് ഫൈനാൻഷ്യൽ ലിറ്ററസി. അതായത് പണത്തിനെപ്പറ്റി ഒരു ബേസിക് ധാരണയുണ്ടാവുക. എന്തിനാണെന്നോ, പഠിത്തമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ശമ്പളം കയ്യിൽ കിട്ടുമ്പോ അയ്യോ ഇത് ഞാൻ എന്തു ചെയ്യും എന്ന് പറഞ്ഞ് പകച്ചു നിൽക്കരുത്. അതിനാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന പോക്കറ്റ് മണി വെച്ച് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. എത്ര ചെറിയ തുകയാണെങ്കിലും അതിൽ നിന്ന് ഒരു 100 രൂപയെങ്കിലും മാറ്റിവെക്കാൻ, അതായത് സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ തിരിച്ചടയ്ക്കേണ്ടി വരിക എന്നതിനെപ്പറ്റി ഇപ്പോഴേ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് ഫ്യൂച്ചറിൽ വളരെ ഹെൽപ്ഫുള്ളാകും. നാലാമത്തെ സൂപ്പർ പവർ ടെക് സാവിനെസ്. ശ്രദ്ധിക്കണം, ഇൻസ്റ്റഗ്രാമിൽ അടിപൊളി റീൽസ് ഉണ്ടാക്കാൻ അറിയുന്നത് മാത്രമല്ല ടെക് സാവിനെസ്. ഒരു ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെടുന്ന ചില ടെക്നിക്കൽ ടൂളുകളിൽ ഒരു പിടി വേണം. ഒന്നാമതായി മൈക്രോസോഫ്റ്റ് എക്സൽ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ്സ്. നിങ്ങളുടെ പ്രോജക്റ്റിന് വേണ്ടി കളക്ട് ചെയ്ത ഡേറ്റയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ ഇതിലും നല്ല ടൂളില്ല. മിക്കവാറും എല്ലാ കമ്പനികളിലും ഇത് ഡെയിലി ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുപോലെ പെട്ടെന്നൊരു പോസ്റ്ററോ പ്രസന്റേഷനോ ഉണ്ടാക്കണോ? ക്യാൻവ പഠിച്ചിരുന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ കാര്യം നടക്കും. പിന്നെ ചാറ്റ് GPT പോലുള്ള AI ടൂളുകൾ ഒരു വിഷയം പെട്ടെന്ന് പഠിക്കാനും അസൈൻമെന്റിന് ഐഡിയാസ് കിട്ടാനുമൊക്കെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ ഇവയെ എങ്ങനെ ഉപയോഗിക്കാമെന്നും മനസ്സിലാക്കി വെക്കുന്നത് ഒരു വലിയ പ്ലസ് പോയിന്റാണ്. അങ്ങനെ നമ്മൾ അവസാനത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സൂപ്പർ പവറിലേക്ക് എത്തി. ടൈം മാനേജ്മെന്റ്. അതായത് സമയം കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനുള്ള കഴിവ്. പഠിത്തം, പരീക്ഷ, കൂട്ടുകാരുടെ കൂടെ കറക്കം, സിനിമ, ഇതിനെല്ലാത്തിനും കൂടി ആകെ കയ്യിലുള്ളത് 24 മണിക്കൂറാണ് അല്ലേ? അപ്പോ അതെങ്ങനെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. കോളേജിൽ പഠിക്കുമ്പോഴേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യാൻ പഠിക്കണം. പരീക്ഷയുടെ തലേദിവസം രാത്രി ബുക്ക് തുറക്കുന്ന ആ ശീലം അങ്ങോട്ട് മാറ്റിവെക്കാം. പകരം നേരത്തെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി കുറച്ചായി പഠിച്ചു തുടങ്ങുക.
നിങ്ങൾക്കറിയാമോ, ഈ ഒരു ശീലം നാളെ നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ ഡെഡ്ലൈനുകൾ ടെൻഷനില്ലാതെ തീർക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇത് കോളേജിൽ കിട്ടുന്ന ഒരു തരം ട്രെയിനിങ് ആണ്. ഓക്കെ, അപ്പോ ഈ 5 സൂപ്പർ പവറുകളെക്കുറിച്ചും നമ്മൾ കേട്ടു. ഇനി എന്ത് ചെയ്യണം? വെറുതെ കേട്ടിരുന്നാൽ മതിയോ? പോരാ, ഇത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് നമുക്കൊരു ചെറിയ ആക്ഷൻ പ്ലാനിലേക്ക് കടക്കാം. റെഡിയല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു നിമിഷം ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഈ സംസാരിച്ച 5 സ്കിൽസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇംപ്രൂവ് ചെയ്യേണ്ടത് ഏതാണ്? ഒന്ന് സത്യസന്ധമായിട്ട് സ്വയം വിലയിരുത്തൂ. ഇനി ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ ഏറ്റവും വീക്കെന്ന് തോന്നുന്ന ആ ഒരൊറ്റ സ്കിൽ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അത് മെച്ചപ്പെടുത്താൻ അടുത്ത ഒരാഴ്ചത്തേക്ക് വളരെ സിമ്പിളായൊരു പ്ലാൻ ഉണ്ടാക്കുക. വെറുതെ മനസ്സിൽ വിചാരിച്ചാ പോരാ, ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഉദാഹരണത്തിന്, ഈ ആഴ്ച ഞാൻ എക്സലിലെ ബേസിക് ആയിട്ടുള്ള 5 ഫോമുലകൾ പഠിക്കും. അത്രേ ഉള്ളൂ. വലിയ പ്ലാൻ ഒന്നും വേണ്ട. തുടങ്ങുക എന്നതാണ് പ്രധാനം. അപ്പോ ഇനി വൈകണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ ഈ അപ്ഗ്രേഡിംഗ് ജേർണി തുടങ്ങിക്കോളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് തീർച്ചയായും നിങ്ങളുടെ കോളേജിലെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വളരാം. നന്ദി.